നമസ്കാരം ലേഡീസ് മാനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാഗേരിയിലെ നരഭോജി കടുവ കൂട്ടിൽ പിടിയിലായത് 10 ദിവസത്തെ തെരച്ചിലിൽ വെടിവെച്ചു കൊല്ലണമെന്ന് നാട്ടുകാർ. The instructions, Kerala police will not do it on its own. Chief Minister's instructions. That is why I am telling them, I don't need any protection. പ്രതിഷേധങ്ങൾക്കിടെ ഗവർണറുടെ നാടകീയ നീക്കം. സുരക്ഷ വേണ്ട എന്ന് പ്രഖ്യാപിച്ച് മാനാഞ്ചിറയിലും മിഠായി തെരുവിലും സന്ദർശനം. Come, I want to meet you. All study very hard. You should work very hard. Education is very important. ഹൽവ രുചിച്ചും സെൽഫി എടുത്തും കറക്കം. സ്നേഹത്തിന് നന്ദി പറഞ്ഞ് മടക്കം. ഗവർണർ പങ്കെടുക്കുന്ന സെമിനാർ അല്പസമയത്തിനകം. കാലിക്കറ്റ് ക്യാമ്പസിൽ കനത്ത സുരക്ഷ. മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും ഗവർണർ. കൂടുതൽ കലാലയങ്ങളിൽ ബാനർ ഉയർത്തിയ SFI. കലാലയങ്ങളിൽ പ്രതിഷേധം ശക്തം. കേരളീയ മനസ്സ് സ്വീകരിക്കാത്തതിന് കേരളത്തോട് വിരോധമായിട്ട് വരികയാണ്. ആ വിരോധമാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രകടിപ്പിക്കുന്ന വിരോധത്തിൻ്റെ ഏറ്റവും വലിയ വക്താവായിട്ടാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും വന്നിട്ടുള്ളത്. ഗവർണർക്ക് മറ്റെന്തോ ഉദ്ദേശമെന്ന് മുഖ്യമന്ത്രി. ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന് MV ഗോവിന്ദൻ. തിരിച്ചു വിളിക്കണമെന്ന് EP ജയരാജൻ. ഗവർണർ സർക്കാർ നാടകമെന്ന് VD സതീശൻ. പ്രതിഷേധക്കാരെ മർദ്ദിച്ച ഗൺമാനെ ന്യായീകരിച്ച മുഖ്യമന്ത്രി. തല്ലിയത് യൂണിഫോം ഇട്ട പോലീസുകാർ. എൻ്റെ ഗൺമാൻ ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബസ്, ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു. അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് കണ്ടത്. അവർ തള്ളി മാറ്റി തന്നെയായിരുന്നു. അംഗവൈകല്യമുള്ള പ്രതിഷേധക്കാരനെ പരിഹസിച്ച് EP ജയരാജൻ. കൈയും കാലുമില്ലാത്തവൻ പ്രതിഷേധത്തിന് പോയതെന്തിനെന്ന് ചോദ്യം. നവകേരള സദസ്സ് കൊല്ലത്ത് പര്യടനം തുടരുന്നു. നിയമസഭാ കയ്യാങ്കളി കേസിൽ പുതിയ നീക്കം. UDF-നെ പ്രതിരോധത്തിലാക്കാൻ സർക്കാർ. 4 മുൻ MLA-മാരെ പ്രതി ചേർത്തു. നടപടി ഗീതാ ഗോപിയുടെ പരാതിയിൽ. കോടതിയിൽ കാണാമെന്ന് തിരുവഞ്ചൂർ. സംസ്ഥാനത്ത് കോവിഡ് ആശങ്ക ഉയരുന്നു. രോഗികളുടെ എണ്ണത്തിൽ വർധന. ഇന്നലെ 1 മരണം. 227 പേർക്ക് രോഗം. സർക്കാർ ജാഗ്രത സ്വീകരിക്കുന്നില്ലെന്ന് VD സതീശൻ. വയനാട്ടിലെ ആളെക്കൊല്ലി കടുവ ഒടുവിൽ കൂട്ടിലായി. 10 ദിവസമായി കടുവയ്ക്കായി തെരച്ചിൽ തുടരുകയായിരുന്നു. കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി. MLA മന്ത്രിയുണ്ട്, കാര്യങ്ങളില്ല, എല്ലാവരും ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. കൊണ്ടൊക്കെ നടക്കില്ല. കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാർ വന്ന് ഞങ്ങളോട് പറയട്ടെ. ഞങ്ങൾ കൊണ്ടുപോകുന്നൊന്നുമില്ല. MLA മെമ്പറെ വനംവകുപ്പിൻ പട്ടികളെ ചട്ടകളെ പ്രധാനപ്പെട്ട കോടതി പോലും നമ്മൾ ഈ വനംവകുപ്പുമായിട്ട് ചർച്ച ചെയ്താണ് ആദ്യം തന്നെ ഈ നരഭോജി കടുവേനെ വെടിവെച്ച് കൊല്ലാമെന്ന് ഉറപ്പ് പറഞ്ഞതിനാണ് ഞങ്ങൾ ഇവരോട് സമീപനം പാലിച്ചു കൊള്ളുന്നത്. ഞങ്ങളൊരു കൊച്ചനിയനാണ് ഇവിടെ മരിച്ചത് ഈ കടുവ കാരണം. ഈ നരഭോജിനെ വെടിവെച്ച് കൊല്ലാമെന്ന് ഉറപ്പ് പറഞ്ഞ ഈ വനംവകുപ്പ് ആ വാക്ക് പാലിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വേറൊരു പ്രശ്നങ്ങൾക്ക് വരുന്നില്ല. അവർ പറഞ്ഞ വാക്ക് പാലിക്കുക, അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.
വയനാട്ടിൽ നിന്ന് ജിൻസ് ചേർന്നു. ജിൻസ്, കാണാമറയത്ത് നിന്ന കടുവ ഒടുവിൽ കൂട്ടിലായിരിക്കുന്നു. എപ്പോഴാണ് കടുവ കൂട്ടിലായത്? മാത്രമല്ല, നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യം. അതെങ്ങനെ കാണുന്നു വനം വകുപ്പ്? അപർണ, അല്പം സമയം മുൻപാണ് ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിൽ, വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിൽ ഈ നരഭോജിയായിട്ടുള്ള കടുവ കുടുങ്ങുന്നത്. അതിനുശേഷം ആളുകൾ ഇത് അറിയുകയും പെട്ടെന്ന് ഈ പ്രദേശത്ത് തടിച്ചുകൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കടുവയെ വെടിവെച്ച് കൊല്ലാതെ ഈ കടുവയെ ഇവിടെ നിന്നും കൊണ്ടുപോകില്ല എന്നുള്ള കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ആളുകൾ. വലിയ പ്രതിഷേധത്തിലാണ്. ഈ 10 ദിവസമായി ഈ കടുവയെ പിടികൂടുന്നതിൽ വനം വകുപ്പ് ഊർജിതമായ നടക്കങ്ങളായിരുന്നു നടത്തിയിരുന്നത്. അതിനുശേഷം ഈ കടുവയെ നേരത്തെ മുതലേ ആളുകളുടെ ഒരു വികാരം എന്ന് പറയുന്നത് സ്വന്തം നാട്ടുകാരനായ, സ്വന്തം പ്രിയപ്പെട്ടവനായ പ്രജീഷിനെ കൊലപ്പെടുത്തിയ ഈ കടുവയെ ഒരു കാരണവശാലും മയക്കുവെടി വെച്ച് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു നേരത്തെ മുതലേ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇതിനെ മയക്കുവെടി വെച്ച് കൊല്ലണം എന്നുള്ള ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. അതിനുശേഷം ഈ ഉത്തരവ് പ്രകാരം ഇതിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അതേസമയം ഈ വനം വകുപ്പും പോലീസും ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തെല്ലാം തന്നെ ഉള്ള നാട്ടുകാർ ഈ കടുവ കുടുങ്ങിയിട്ടുള്ള ഈ കൂടിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ആളുകൾ ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. കഴിഞ്ഞ 10 ദിവസമായി ഈ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ജനങ്ങളുടെ ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇവിടെ നേരത്തെ പറയുകയാണെങ്കിൽ ഈ ക്ഷീര കർഷകരും അതുപോലെ തന്നെ സാധാരണ കർഷകരുമാണ്. ഇവർക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. എന്തായാലും ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഐശ്വര്യ. ജിൻസ്, വലിയ രീതിയിലുള്ള തെരച്ചിലാണ് വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയത്. 80 പേരടങ്ങുന്ന സംഘത്തോളം. അപ്പോഴും ആ തെരച്ചിൽ നടക്കുന്ന സമയത്തും ഒരു പശുവിനെ കൊല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയും ചെയ്തിരുന്നു. ഈ വനം വകുപ്പ് ഈ വിഷയത്തിനകത്ത് നടത്തിയ ഇടപെടലുകൾ അതേത് രീതിയിലായിരുന്നു? നാട്ടുകാർ അതെങ്ങനെ വിലയിരുത്തുന്നു ഇപ്പോൾ? നിലവിൽ ഈ 10 ദിവസമായിട്ടും കടുവയെ പിടികൂടാത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിന്നിരുന്നു. കഴിഞ്ഞ ദിവസമെല്ലാം ഈ സമീപ പ്രദേശത്ത് നാട്ടുകാർ ഒത്തുകൂടുകയും ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്ന അടക്കമുള്ള സമരങ്ങളിലേക്ക് കടന്നിരുന്നു. ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തന്നെ നഷ്ടപ്പെട്ട സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. തങ്ങളുടെ പ്രിയപ്പെട്ട പ്രജീഷ് കൊലപ്പെടുത്തിയ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയായിരുന്നു ജനങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സ്ഥലത്ത് ഇപ്പോൾ പ്രതിഷേധക്കാർ എത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ വനം വകുപ്പിനും അതുപോലെ തന്നെ പോലീസുകാർക്കുമെതിരെ ഉയർത്തുന്നത്. ഈ ജനങ്ങളെ മാറ്റുന്നതിന് വേണ്ടി ബത്തേരിയിൽ നിന്നുള്ള അടക്കം പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അടുത്ത ജനപ്രതിനിധി അടക്കം ഇവിടെ അല്പസമയത്തിനകം എത്തുമെന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും നാട്ടുകാരെ അനുനയിപ്പിച്ചുകൊണ്ട് ഈ ബത്തേരിയിലെ കടുവ പരിചരണ കേന്ദ്രത്തിലേക്ക് ഈ കടുവയെ മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രജീഷിനെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് നിന്നും ഏകദേശം 100 മീറ്റർ അകലെയാണ് ഈ കൂട് സ്ഥാപിച്ചത്. ആദ്യം വെച്ച കൂട്ടിലാണ് ഈ കടുവ കുടുങ്ങുകയുണ്ടായത്. കടുവയെ നേരത്തെ വനംവകുപ്പ് തിരിച്ചറിയുകയുണ്ടായിരുന്നു. WWL 45 എന്ന നമ്പറിലുള്ള ആൺ കടുവയായിരുന്നു. 13 വയസ്സാണ് ഈ കടുവയ്ക്കുള്ളത്. എന്തായാലും ഈ കടുവയെ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് നിലവിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ MLA അടക്കമുള്ളവർ ഇപ്പോൾ സ്ഥലത്തെത്തും. ഈ വനം വകുപ്പുമായുള്ള ഒരു ചർച്ച നടത്തും എന്നുള്ള കാര്യമാണ് അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും ജനങ്ങളെ ഈ അനുനയിപ്പിച്ചുകൊണ്ട് ഈ കടുവയെ എത്രയും പെട്ടെന്ന് ഈ ഭാഗത്തുനിന്ന് കൊണ്ടുപോകണം എന്നുള്ളതാണ് നിലവിൽ വനം വകുപ്പിന്റെ നീക്കം. ജിൻസ്, ഈ കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് നേരത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ലേ? അതാണോ ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്? ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ള ആവശ്യമാണോ നാട്ടുകാർ ഉയർത്തുന്നത്? നിലവിൽ ഈ പ്രജീഷിനെ കൊലപ്പെടുത്തിയ സമയത്തടക്കം ജനങ്ങൾ ഉന്നയിക്കുന്നത് ഈ നരഭോജിയായിട്ടുള്ള കടുവയെ എത്രയും പെട്ടെന്ന് വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യമായിരുന്നു. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രജീഷിന്റെ മൃതദേഹം സംസ്കരിക്കുന്നില്ല എന്ന നിലപാടിലായിരുന്നു. ഈ പ്രജീഷ് കൊല്ലപ്പെടുന്ന സമയം മുതൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചത്. അതിനുശേഷം ഇവർ ഈ പ്രജീഷിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ വെക്കുകയും അവിടെ വലിയ സമരങ്ങൾ നടത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇതിനെ ഈ കടുവയെ മയക്കുവെടി വെച്ചോ അല്ലെങ്കിൽ കൂടുകൾ സ്ഥാപിച്ചോ പിടികൂടി
പിടികൂടണം എന്നുള്ള ഉത്തരവിറങ്ങിയത്. ഈ മയക്കുവെടി വെച്ചോ അല്ലെങ്കിൽ കൂടുകൾ സ്ഥാപിച്ചോ പിടികൂടിയില്ലെങ്കിൽ മാത്രം ഇതിനെ വെടിവെക്കാം എന്നുള്ള ആണ് ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ ഉത്തരവിൽ പറയുന്ന പ്രകാരം ഇതിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ വനംവകുപ്പിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത് നിലവിൽ ഇതിനെ കൂടുവെച്ചാണ് പിടിച്ചിരിക്കുന്നത്. ഇതിനെ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഐശ്വര്യ, നരഭോജി കടുവ പിടിയിലായിരിക്കുന്ന ഒരു സാഹചര്യം. ഇത് ഏത് രീതിയിലുള്ള സമവായ ചർച്ചകൾ അവിടെ നടക്കുന്നു ജിൻസ്? എങ്ങനെയാണ് നാട്ടുകാരോട് സംസാരിക്കുന്നത്? നാട്ടുകാരെ ഏത് രീതിയിൽ മയപ്പെടുത്താമെന്ന് കരുതുന്നു? പഞ്ചായത്ത് ഇതിലെടുത്തിരിക്കുന്ന നിലപാടും നാട്ടുകാർക്കൊപ്പം തന്നെയാണോ? തീർച്ചയായും പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ ഈ നരഭോജി കടുവയായിട്ടുള്ള ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ജനങ്ങളോടൊപ്പമാണ് ഈ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഉള്ളത്. ഇപ്പോൾ നിലവിൽ ബത്തേരി DYSP അടക്കമുള്ളവർ ഈ സ്ഥലത്തെത്തുകയും ഇവിടെയുള്ള ജനങ്ങളെ അനുനയിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഉന്നതതല ജനപ്രതിനിധികളടക്കം ഉദ്യോഗസ്ഥരടക്കം ഈ പ്രദേശത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ജനങ്ങളെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. പക്ഷേ ജനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വനംവകുപ്പിനെതിരെ അതിരൂക്ഷമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്ത് ജനങ്ങളെല്ലാം ഉള്ളത്. ഈ കടുവയെ കുടുങ്ങി എന്നറിഞ്ഞതു മുതൽ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഈ പ്രദേശത്തേക്ക് തടിച്ചുകൂടുകയായിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും പ്രതിഷേധത്തിലേക്കും കടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ കടുവയെ ഇവിടെ നിന്നും കൊണ്ടുപോകണമെങ്കിൽ വെടിവെച്ച് കൊല്ലാതെ ഇതിനെ കൊണ്ടുപോകില്ല എന്നുള്ളതാണ് നേരത്തെ മുതലേ ജനങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതേസമയം വനം വകുപ്പും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നീക്കമായിരുന്നു നടത്തിയത്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നു പ്രദേശത്ത്. ഇതോടുകൂടെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെയും ഈ കടുവ വാഗിയിൽ സന്തോഷിന്റെ വീടിന്റെ പരിസരത്ത് എത്തുകയും ഈ ക്യാമറയിലടക്കം ഈ കടുവയുടെ ദൃശ്യം പതിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം നടത്തിയ തെരച്ചിലാണ് ഈ നിലവിൽ വനംവകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ കൂടിൽ ഈ കടുവ പെടുന്നത്. എന്തായാലും ഈ കടുവയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള നീക്കമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഐശ്വര്യ, ചർച്ച ചെയ്താണ് ആദ്യം തന്നെ ഈ നരഭോജി കടുവേനെ വെടിവെച്ച് കൊല്ലാമെന്ന് ഉറപ്പ് പറഞ്ഞതിനാണ് ഞങ്ങൾ ഇവരോട് സംയമനം പാലിച്ചു വിടുന്നത്. ഞങ്ങളൊരു കൊച്ചനിയനാണ് ഇവിടെ മരിച്ചത് ഈ കടുവ കാരണം. ഈ നരഭോജിനെ വെടിവെച്ച് കൊല്ലാമെന്ന് ഉറപ്പ് പറഞ്ഞ ഈ വനം വകുപ്പ് ആ വാക്ക് പാലിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വേറൊരു പ്രശ്നങ്ങൾക്ക് വരുന്നില്ല. അവർ പറഞ്ഞ വാക്ക് പാലിക്കുക, അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വീണ്ടും ജിൻസ് പ്രതിഷേധം തുടരുക തന്നെയാണോ? സമവായത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. എപ്പോഴത്തേക്ക് കടുവയെ മാറ്റാനാണ് തീരുമാനം? അപർണ, നിലവിൽ കടുവയെ ഒരു കാരണവശാലും ഇവിടെ നിന്നും കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ആളുകളെല്ലാം തന്നെ, നാട്ടുകാരെല്ലാം തന്നെ ഈ പ്രദേശത്ത് വളഞ്ഞുകൂടിയിരിക്കുകയാണ്. അതേ സാഹചര്യത്തിലാണ് ഇപ്പോൾ വനം വകുപ്പ് നിലവിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇപ്പോൾ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവരുമായി നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനപ്രതിനിധികളടക്കം കഴിഞ്ഞ ബത്തേരി MLA IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഇവിടെ നേരത്തെ ഈ പ്രദേശത്ത് എത്തിയ സമയം മുതലേ ഈ നരഭോജിയായിട്ടുള്ള കടുവയെ വെടിവെച്ചു കൊള്ളണമെന്നുള്ള ആവശ്യത്തിന് ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്തായാലും ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. ആ സമയത്തും കക്ഷി രാഷ്ട്രീയമന്യേ ആളുകൾ, ജനപ്രതിനിധികളടക്കം പറഞ്ഞിരുന്നത് ഈ കടുവയെ മയക്കുവെടി വെച്ച് കൊല്ലണം എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആളുകളെല്ലാം വലിയ പ്രതിഷേധത്തിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കൂടിന്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ആളുകൾ തിങ്ങി പാർത്തിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ജനങ്ങളുടെ തീരുമാനം.
നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം വിഷമവൃത്തത്തിലാകുന്ന രീതിയിലേക്ക് വനം വകുപ്പും പോകുന്നു. ഇതേത് രീതിയിൽ വെടിവെച്ചു കൊല്ലണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യം അംഗീകരിക്കാനാകുമെന്നുള്ള വലിയ ചോദ്യം ഒരു വശത്തുണ്ട്. ബത്തേരിയിലുള്ള മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് കടുവയെ മാറ്റാനുള്ള സി കെ ശശീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ഏത് രീതിയിൽ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിൽക്കുന്നു. പക്ഷേ വനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാവുന്ന ഒരു സാഹചര്യവുമല്ല. ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത്? ജീവനക്കാരും പ്രദേശത്തെ ജനങ്ങളുമെല്ലാം വളരെയധികം പരിശ്രമിച്ച് നല്ലപോലെ ഇടപെട്ട ശേഷമാണ് കടുവയെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ജനങ്ങളും അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ഊണും ഉറക്കുമൊഴിഞ്ഞ് ഈ നരഭോജിയായ കടുവയെ പിടികൂടാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഏതായാലും അതിൽ വിജയം കണ്ടു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആശ്വസിക്കാൻ കഴിയാവുന്ന ഭാഗമാണ്. ജനങ്ങളുടെ ആവശ്യം നരഭോജിയായ കടുവയായതുകൊണ്ട് അതിനെ വെടിവെച്ച് കൊല്ലണം എന്നൊരു ആവശ്യം അവർ ഉയർത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ പ്രതിഷേധവും പ്രതികരണവുമാണ് അത്. പക്ഷെ നിയമപരമായിട്ട് ചില തടസ്സങ്ങൾ ഉണ്ട് എന്ന് വനംവകുപ്പും പറയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വയനാട് ജില്ലക്കകത്ത് അതിനകത്ത് തുറന്നുവിടാൻ വേണ്ടി പാടില്ല എന്നുള്ള നില ശക്തമായിട്ട് ജനങ്ങൾ അവിടെ സ്വീകരിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക എന്നത് വനംവകുപ്പും കൂടിയാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. നിയമപരമായ തീരുമാനമെടുക്കാൻ അവർ നിർബന്ധിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ലാത്തതാണ്. പക്ഷേ ഈ നരഭോജിയായ കടുവ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുക്കാനുള്ള ഉത്തരവാദിത്വം വനംവകുപ്പിനാണ്. ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കും. ജനങ്ങളുമായി ചർച്ച ചെയ്ത് ധാരണയുണ്ടാക്കി ആ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഏതായാലും പിടികൂടി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബാക്കി കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള വിഷയങ്ങളാണ്. ചർച്ചയിലൂടെയും ജനങ്ങളുമായിട്ട് അവരുടെ അഭിപ്രായങ്ങളും കൂടെ മാനിക്കേണ്ടതുണ്ട്. ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയങ്ങളാണ്. അതിന് വനംവകുപ്പ് മുൻകൈ എടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ശ്രീ സി കെ ശശീന്ദ്രൻ, കടുവ ഒരാളെ കൊന്നതിനു ശേഷം 10 ദിവസത്തിന് ശേഷമാണ് പിടികൂടുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കുറ്റം പറയാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും അത്യന്തം വികാരപരമായിട്ട് നാട്ടുകാർ പെരുമാറാനുള്ള സാധ്യത. പക്ഷേ നിയമപരമായിട്ടുള്ള വിഷയം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ഈ നാട്ടുകാരെ മയപ്പെടുത്താൻ കഴിയുമോ? താങ്കളടക്കമുള്ളവർ ഈ വിഷയത്തിനകത്തൊരു സമവായ ചർച്ചയ്ക്കൊക്കെ മുന്നിട്ട് നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നാട്ടുകാരുടെ വികാരം സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വികാരമാണ്. അവർ എത്രയോ ദിവസങ്ങളായി അവരുടെയും കൂടെ പൂർണ്ണ പിന്തുണയും സഹായത്തോടും കൂടിയായിരുന്നു ഈ പിടിക്കാൻ വേണ്ടി കഴിയുന്ന ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ഉണ്ടായിരുന്നത്, സഹായമാണ് ഉണ്ടായിരുന്നത്. പിടിച്ചു കഴിഞ്ഞപ്പോഴായ ചില നിയമപ്രശ്നത്തിലാണ് ചില വിഷയങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. ആ നിയമപ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് വനംവകുപ്പും നാട്ടുകാരും ജനങ്ങളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് തീർച്ചയായിട്ടും അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ അവിടെ എത്തും. അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ വികാരത്തെയും കൂടെ മാനിച്ചുകൊണ്ട് നിയമത്തെ മുറകെടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ അതിനനുസരിച്ച് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയണം. ഭാവിയിൽ ജനങ്ങൾക്ക് ആപത്തുണ്ടാവാതിരിക്കാവുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് വയനാട്ടിൽ നിന്ന് കടുവയെ മാറ്റണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഏകദേശം ഉരുത്തിരിഞ്ഞു വരാൻ സാധ്യതയുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും വയനാട്ടിൽ തുറന്നുവിടാൻ വേണ്ടി പാടില്ല. വയനാട്ടിൽ നിന്ന് മാത്രമല്ല, എവിടെയും തുറന്നുവിടാൻ വേണ്ടി പാടില്ല. തുറന്നുവിട്ട് കഴിഞ്ഞാൽ എവിടെ പോയാലും നരഭോജി കടുവ വീണ്ടും ഈ വിഷയങ്ങൾ ഉണ്ടാക്കും. കേരളത്തിൽ എവിടെയായാലും, കേരളത്തിൽ എല്ലാ ജനങ്ങളുടെയും ജീവൻ ഒരുപോലെയല്ലേ. അതുകൊണ്ട് കേരളത്തിൽ എവിടെയായാലും തുറന്നുവിടാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാകേണ്ട സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അതിനെങ്ങനെയാണ് പരിപാലിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ NCTA നിർദ്ദേശങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ നിയമപരമായ ഒരു കുരുക്കിൽപ്പെട്ട കാര്യങ്ങളെ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും നിയമം നടപ്പിലാക്കേണ്ടവർക്ക് തന്നെ ജനങ്ങളുടെയും കൂടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്തുകൊണ്ട് എങ്ങനെ പരിപാലിക്കണം എന്ന് അവർ തീരുമാനം എടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, CPM നേതാവ് ശ്രീ സി കെ ശശീന്ദ്രനാണ് പ്രതികരിച്ചത്. വീണ്ടും ജിൻസ്, അതായത് ഒരു സമവായത്തിനുള്ള ഒരു ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നു. നേരത്തെ സി കെ ശശീന്ദ്രൻ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ കടുവയെ വയനാട്ടിൽ നിന്ന് മാറ്റുക, അതല്ലെങ്കിൽ മറ്റെവിടെയാണെങ്കിലും തുറന്നിടാത്ത രീതിയിലേക്ക് മാറ്റുക എന്ന രീതിയിലേക്ക് ഉള്ള ഒരു നിർദ്ദേശം ഉരുത്തിരിയാനുള്ള ഒരു സാധ്യത, അതിന് ജനം അത് കേൾക്കാനുള്ള ചാൻസ് ഉണ്ടോ? അപർണ, നിലവിൽ ഈ സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ ഒഴുകി എത്തുകയാണ്, പ്രത്യേകമായി എത്തുകയാണ്. ഈ കടുവയെ ഒരിക്കലും ഈ പ്രദേശത്ത് കൊണ്ടുപോകരുത്, ഇതിനെ കൊല്ലണം, വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഈ ജനങ്ങളുടെ ജനജീവിതത്തിൽ തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ആളുകളുടെ പ്രതിഷേധം ഇത്ര
രീതിയിൽ അണപൊട്ടി ഒഴുകുന്നത് എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ഈ പ്രദേശത്തെ ഞാൻ തിരികെ എത്താം. കോൺഗ്രസ് YC ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, വാഗേരിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് നരഭോജി കടുവ പിടിയിലായി എന്നുള്ളത്. പക്ഷേ അപ്പോഴും ജനങ്ങളുടെ രോഷപ്രകടനം അവസാനിക്കാത്തൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും കടുവയെ കൊല്ലണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നാൽ അത് നിയമപരമായിട്ടുള്ള ഒരു കുരുക്കിലേക്ക് പോവുകയും ചെയ്യും. ഏത് രീതിയിലുള്ള ഒരു നിർദ്ദേശമാണ് ഉണ്ടാവാനുള്ള സാധ്യത? എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ജനങ്ങൾ പ്രതിഷേധം വളരെ ഗൗരവമുള്ളതാ. ജനങ്ങളുടെ പ്രതിഷേധത്തില് ഒരിക്കലും മുഖം തിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല. കാരണം അവിടുത്തെ ഒരു ക്ഷീരകർഷകനാണ്. ക്ഷീരകർഷകൻ വനഭൂമിയിൽ പോയി പുല്ലിയെത്താൻ പോയതല്ല, തീറ്റെടുക്കാൻ പോയതല്ല. ജനവാസ കേന്ദ്രത്തില് വളർത്തു മൃഗത്തിന് ഫാം നടത്താണ് അദ്ദേഹം, പശുഫാം നടത്താണ്. പശുക്കൾക്ക് പുല്ല് ചെത്താൻ പോയപ്പോഴാണ് ഈ കടുവ അദ്ദേഹത്തിന് മൃഗീയമായി കൊലപ്പെടുത്തി ഭക്ഷിച്ചത്. സ്വാഭാവികമായും ഈ 10 ദിവസമായിട്ടും ഈ കടുവ ആ ജനവാസ കേന്ദ്രത്തിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഗവൺമെന്റ് നിർദ്ദേശം അനുസരിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ക്യാമറയില് കടുവ ഐഡന്റിഫൈ ചെയ്യുക, കൂട് വെക്കുക, മയക്കുവെടി വെക്കാൻ ശ്രമിക്കുക, മയക്കുവെടി വെക്കുക, കിട്ടിയില്ലെങ്കിൽ ഷൂട്ട് ചെയ്യുക. ഞാൻ ചോദിക്കട്ടെ, ഇത് ഞങ്ങൾക്ക് ആദ്യമേ തന്നെ അറിയാം. ഇവിടെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടിയാണ് നരഭോജിയായ കടുവയെ ക്യാമറ വെക്കുക. അത് ന്യായമാണ്, ഐഡന്റിഫൈ ചെയ്യണം. കൂട് വെക്കുക, മയക്കുവെടി വെക്കുക, പിന്നെ കിട്ടിയില്ലെങ്കിൽ വെടിവെക്കുക. 10 ദിവസമായില്ലേ? വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ചെയ്യാമായിരുന്നു. 10 ദിവസം ഈ കടുവ ജനവാസ കേന്ദ്രം തന്നെ ഉണ്ടായിരുന്നത്. ഇന്നലെ വിദ്യാർത്ഥികൾക്ക് നേരെ ചാടിയില്ലേ? ഇന്നലെ പുല്ലിയെത്തും പോയ പാവം കർഷക സ്ത്രീയുടെ നേരെ ചാടിയില്ലേ കടുവ? ഇതൊക്കെ അപകട സൂചനമാണല്ലോ. മാത്രമല്ല, ഈ ഇപ്പൊ കൂട്ടിലായ കടുവയെ ഞങ്ങൾക്ക് വെടിവെക്കാൻ പറ്റില്ല. എന്തിനാണ് കടുവയെ ഈ കൂട്ടിൽ നിന്ന് പകല് മൃഗത്തെ പുറത്തു കെട്ടുന്നത്? എന്താ പറയുന്ന നേരം ഞങ്ങളത് വെടിവെക്കുന്നതിന് വേണ്ടിയാ പുറത്ത്. ഞാൻ ചോദിക്കട്ടെ, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും കൂട് സ്ഥാപിക്കുമ്പോൾ, കെണി സ്ഥാപിക്കുമ്പോൾ, ഒരു വളർത്തു മൃഗത്തെ അതിൻ്റെ അകത്ത് കെട്ടുമ്പോൾ കടുവാട് വരുമല്ലോ, വെടിവെക്കാൻ അവിടെ വെക്കാലോ. ഇത് യഥാർത്ഥത്തില് ജനപ്രതികളെയും ജനങ്ങളെയും വിഡ്ഢികളാക്കുക. മാത്രമല്ല, ഈ വെടിവെച്ച് കൊല്ലണം എന്നുള്ള തീരുമാനം 9-ാം തീയതി രാത്രി അവിടെ എടുക്കുമ്പോ അവിടുത്തെ സർവകക്ഷി നേതാക്കളും ജനപ്രതിനിധികളും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം, 144 പ്രഖ്യാപിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം. ഇനി കടുവയെ വെടിവെച്ച് കൊല്ലേണ്ടത് ആരാ? ഇതിന് നിയമപ്രശ്നങ്ങളുണ്ട്, അറിയാം. നിയമപ്രശ്നം അറിയാത്ത ഒരു ജനപ്രതിനിധിയല്ല ഞാൻ. പക്ഷെ ജനങ്ങളുടെ പ്രതിഷേധം വളരെ ഗൗരവമായി കാണേണ്ടതുണ്ട്. ഇതിനകത്ത് ഒരു മനുഷ്യജീവനാണ് ഇത്ര ദിവസം ഇത് നീണ്ടുപോകാനുള്ള കാരണം മനഃപൂർവ്വമുള്ള ഒരു വീഴ്ചയാണ് എന്നുകൂടി താങ്കൾ ആരോപിക്കുകയാണ് അല്ലേ? ഇത് വീഴ്ചയാണ്. മാത്രമല്ല, ഈ കടുവ കൂട്ടിലകപ്പെട്ടതിന് ശേഷം കൂട്ടിലുള്ള കടുവയെ ഞങ്ങൾക്ക് വെടിവെക്കാൻ പറ്റില്ല. 10 ദിവസം നീണ്ടു നിന്നു. ഞാൻ ചോദിക്കട്ടെ, ഇക്കാര്യത്തിൽ ഗവൺമെന്റ് വളരെ ശക്തമായി ഇടപെടേണ്ടതുണ്ട്. ഇനി ഗവൺമെന്റാണ് തീരുമാനമെടുക്കേണ്ടത്. വനവകുപ്പ് മന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികൾ, ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ജനപ്രതിനിധികൾ ഈ സ്ഥലം സന്ദർശിക്കണം. ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചെയർമാൻ ജില്ലാ കളക്ടർ ഈ ദുരിതമേഖല പ്രദേശം സന്ദർശിക്കണം. അവിടുത്തെ ജനവികാരം നേരിട്ട് ബോധ്യപ്പെടണം. അല്ലാതെ ഇന്ന് സർവകക്ഷി നേതാക്കളും സർവകക്ഷികളുടെ നേതൃത്വമുള്ള ജനപ്രതിനിധികളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ആ കടുവയെ വെടിവെച്ചു കൊല്ലണം എന്നുള്ളത്. ആ റിപ്പോർട്ടാണല്ലോ നരഭോജി കടുവയും റിപ്പോർട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അയച്ചത്. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞല്ലോ, ഒരാള് സ്വകാര്യ ന്യായം ബോധിച്ചപ്പോ കോടതി എന്താ പറഞ്ഞത്? ആ കടുവ നരഭോജിയാണ്. ആ കോടതി പോയ കക്ഷിക്ക് 25,000 രൂപ പിഴ ഈടാക്കിയില്ലേ? കോടതി അങ്ങനെ നിസ്സാരവൽക്കരിക്കുമോ? കോടതി നിസ്സാരമായിട്ട് ഇത് കണ്ടിട്ടുണ്ടോ? കോടതി അടക്കം പറഞ്ഞു കഴിഞ്ഞു. അതെ, അപ്പോഴും നിയമപരമായിട്ട് ചില നൂലാമാലകളില്ലേ വനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം? അങ്ങനെ വളരെ പെട്ടെന്ന് ആ രീതിയിലേക്ക് പ്രതിഷേധം ഒരു വശത്ത് നിൽക്കുന്നു, കോടതിയുടെ ഇടപെടൽ നിൽക്കുന്നു, ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് നിൽക്കുന്നു. ഇതൊക്കെ സമ്മതിക്കുമ്പോഴും ഒറ്റയടിക്ക് കടുവയെ വെടിവെച്ചു കൊല്ലാൻ കഴിയുകയില്ല നിയമപരമായിട്ട് എന്ന് താങ്കൾക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ നിയമപരമായിട്ട് വെടിവെച്ചു വന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ടല്ലോ.
വെടിവെച്ച് കൊന്ന കർണാടക, തൊട്ടടുത്ത് കർണാടക 50 കിലോമീറ്റർ അപ്പുറത്ത് കർണാടകയാ. കടുവയെ വെടിവെച്ചൊന്നുമില്ലേ? വയനാട് ജില്ലയിൽ 2013 നായ്ക്കെട്ടിയിൽ കടുവ ഇറങ്ങി ആശങ്ക ഉണ്ടായി, മനുഷ്യജീവൻ പൊലിഞ്ഞില്ലെന്നേ ഉള്ളൂ. അല്ല, കൂട്ടിൽ പിടിച്ച സാഹചര്യത്തിൽ വെടിവെച്ച് കൊല്ലുന്നത് മറ്റൊരു അഭ്യാസമല്ല. ഇതൊക്കെ പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള അഭ്യാസമാണല്ലോ. ഇത് തിരിച്ചറിയാത്ത ആളുകളാണോ ജനങ്ങള്? അതുകൊണ്ട് ഇത് ഗവൺമെന്റ് ഇടപെട്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടായാൽ മാത്രമേ ജനങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്ന് അവർ പിന്മാറുകയുള്ളൂ. അതായത് കടുവയെ മനഃപൂർവ്വം കൊല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ആരോ നടത്തുന്നു എന്ന രീതിയിലല്ലേ ആണല്ലോ താങ്കൾ പറയുന്നത്? അതാരാണ് അങ്ങനെ ഇടപെടൽ നടത്തുക? ഞാൻ മാത്രമല്ലല്ലോ, പൊതുവായിട്ടുള്ള എല്ലാ മേഖലകളിലും ചർച്ചകൾ ഉയർന്നിട്ടുണ്ടല്ലോ. അവിടുത്തെ ജനങ്ങൾ പോലും പറഞ്ഞു ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ജനപ്രതികളും ഒത്തുകളിയാണ്. എന്തിനാണ് നമ്മൾ ഒത്തുകളിക്ക് നിൽക്കുന്നത്? ഒരു മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞാൽ അതിന് ഗൗരവത്തിൽ കാണുന്നു ഞങ്ങൾ. നിയമങ്ങളും നടപടികളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാം വനവകുപ്പ് ഗവൺമെന്റും വനവകുപ്പുമായുള്ള തീരുമാനമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതായത് പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അപ്പോൾ ജനങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും, താങ്കൾ ജനങ്ങൾക്കൊപ്പം തന്നെയാണ്. ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങൾ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കാര്യങ്ങൾക്ക് താളം തുള്ള നിൽക്കുന്നതാണോ ജനപ്രതിനിധികൾ? എത്ര മധ്യസ്ഥം പറയാൻ ഞങ്ങൾ ഇടപെട്ടു? അന്ന് രാത്രി 10 മണിക്ക് ഞാൻ ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും ജനങ്ങളുമായി മധ്യസ്ഥ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്താണ് ബോഡി അവിടെ നീക്കം ചെയ്തത്. ഓക്കെ, തീർച്ചയായിട്ടും വളരെയധികം നന്ദി. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനാണ് പ്രതികരിച്ചത്. ഇപ്പോൾ വിജയകുമാർ പ്ലാത്തൂർ പരിസ്ഥിതി പ്രവർത്തകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. കടുവയെ കൊല്ലണമെന്നുള്ള ഒരു ആവശ്യം ജനങ്ങളുടെ ഭാഗത്തുനിന്ന്, ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന്, കൂടി നിൽക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന്, പഞ്ചായത്തിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് നിയമപരമായിട്ടുള്ള തടസ്സം നീക്കാൻ വേണ്ടി ഇടപെടണമെന്നുള്ള ആവശ്യമാണ് ഉയർന്നത്. എങ്ങനെ കാണുന്നു സാഹചര്യത്തെ? വൈകാരികത മുന്നിട്ട് നിൽക്കാനുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനമാണ്. ഞാൻ എപ്പോഴും മനുഷ്യപക്ഷത്ത് തന്നെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരാളും കൂടിയാണ്. ഈ ഒരു കടുവകളെ പുറത്തു വരുന്ന മനുഷ്യവാസ സ്ഥലങ്ങളിൽ വരുന്ന കടുവകൾ, അവയുടെ ആക്രമണം തുടർച്ചയായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ അവയുടെ പ്രായം അതൊക്കെ പരിഗണിച്ചുകൊണ്ട് വെടിവെച്ച് കൊല്ലണം എന്ന് തന്നെയുള്ള അഭിപ്രായക്കാരനും കൂടിയാണ് ഞാൻ. പക്ഷെ അപ്പോഴും നമ്മുടെ ഒരു നിയമ സംവിധാനങ്ങൾ എന്നിവ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് നമുക്ക് നിയമം കയ്യിലെടുത്തുകൊണ്ട് നമ്മുടെ വൈകാരികത മുന്നിട്ടുകൊണ്ട് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു ചെറിയ കുട്ടിയെ ബലാത്സംഗം ചെയ്ത ഒരാളെ നമ്മൾ കയ്യോടെ പിടിച്ചാൽ പോലും എൻകൗണ്ടർ വഴി അയാളെ കൊല്ലണമെന്ന് നമ്മളിൽ പലർക്കും തോന്നും, നമ്മൾക്കൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ തോന്നുമ്പോഴും നമ്മൾ അതിന് പിന്തുണക്കാതെ എന്തുകൊണ്ടാണ്? അത് നിയമത്തിന്റെ വഴിയിലൂടെ അതിന് കൃത്യമായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ വൈൽഡ് ലൈഫ് നിയമങ്ങൾ അവിടെയുണ്ട്. അപ്പോഴൊക്കെ നമുക്കത് പരിപാലിക്കപ്പെടുന്നതിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. ഈ കടുവയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് മനഃപൂർവ്വം 10 ദിവസം വെച്ച് നീട്ടി എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിവില്ല. എങ്കിലും അതിനു മുമ്പ് തന്നെ ഇതിന് കിട്ടുന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ വെടിവെച്ച് കൊല്ലേണ്ടത് തന്നെയാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ കൂട്ടിൽ കിട്ടിയ ഒരു കടുവയെ മറ്റുള്ള, അതായത് ഈ കടുവയുടെ പ്രായം, അതിന്റെ പ്രത്യേകതകളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്കതിനെ മനുഷ്യർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളാണ് ഇപ്പോഴുള്ളത്. പക്ഷെ തുടർന്നും ഇത്തരത്തിലുള്ള കടുവകൾ വീണ്ടും വരിക അതിനുള്ള ഒരു സാധ്യതകളെയാണ് നമ്മൾക്ക് ഏത് വിധേനയും തടയേണ്ടത്. ഇത്തരത്തിലുള്ള വൈകാരിക തീർച്ചയായും വിജയകുമാർ പ്ലാത്തൂർ പരിസ്ഥിതി പ്രവർത്തനമാണ് പ്രതികരിച്ചത്. വയനാട്ടിൽ നരഭോജി കടുവയെ പിടികൂടിയതിനു ശേഷമുള്ള ജനങ്ങളുടെ പ്രതികരണം കൂടി. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ SFI പ്രവർത്തകരുടെ പ്രതിഷേധം. പോലീസ് ലാത്തി ചാർജിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. 3:30-ക്കാണ് ഗവർണറുടെ സെമിനാർ. ഗവർണർ സെമിനാറിൽ പങ്കെടുക്കാനെത്തുമ്പോൾ ഏത് രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും ഉണ്ടാവുക എന്ന് ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുടെ ആകത്തുകയായിട്ട് തന്നെ വേണം. കറുത്ത ബലൂൺ ഉയർത്തിയാണ് പ്രതിഷേധം നടക്കുന്നത്. SFI പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്, ASFന്റെ മാർച്ച് സെമിനാർ സമയത്തേക്ക് അങ്ങോട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. MSF മാർച്ച് നടത്തുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. അല്പസമയത്തിനുള്ളിലാണ് ഭാരതീയ വിചാരകേന്ദ്രം അടക്കമുള്ളവ സംഘടിപ്പിക്കുന്ന സെമിനാറിലേക്ക് പങ്കെടുക്കാനായി ഗവർണർ എത്തുക. നേരത്തെ കരുതിയിരുന്നതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യതയിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ, SFI പ്രവർത്തകരെ പോലീസ് പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മുന്നിൽ SFIയും അതോടൊപ്പം തന്നെ ASFും പ്രതിഷേധം നടത്തുന്നു. ഇടത് വിദ്യാർത്ഥി സംഘടനകളെ പ്രതിഷേധം നടക്കുകയാണ്. പോലീസ് പിടിച്ചുമാറ്റുന്ന ദൃശ്യങ്ങൾ. പരീക്ഷാ ഭവനിന് മുന്നിലേക്ക് കൂടിയാണ് SFIയുടെ മാർച്ച് നടത്തുന്നത്. രാവിലെ കോഴിക്കോട് നഗരത്തിൽ ഇറങ്ങിയ ഗവർണർ പോലീസിന്റെ സുരക്ഷ തനിക്ക് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം നിരത്തുകളിലൂടെ നടന്നിരുന്നു. മിഠായിത്തെരുവ് അടക്കമുള്ളവയിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. കറുത്ത വസ്ത്രം ധരിച്ചും കറുത്ത ബലൂണുകൾ ഉയർത്തിയും കൂടിയാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരത്തെ ലാത്തി വീശി. കൂടുതൽ പേരെ MS അനീഷ് കുമാർ വിവരങ്ങൾ വായിച്ചേർന്നു. അനീഷ്, ഇടത് SFIയും ASFും ഒരുമിച്ച് മാർച്ച് നടത്തുന്ന കാഴ്ച, എത്രത്തോളം വിദ്യാർത്ഥികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്? എങ്ങനെ നേരിടാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു അവിടെ നിന്ന്? അപർണ, കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധത്തിനേക്കാൾ 3 ഇരട്ടിയിലേറെ അല്ലെങ്കിൽ 5 ഇരട്ടിയിലേറെ കുട്ടികളാണ് കറുത്ത ബലൂണുകളും ധരിച്ച് കറുത്ത വസ്ത്രങ്ങളും ധരിച്ച് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ള ഗസ്റ്റ് ഹൗസിന് സമീപത്തേക്ക് വന്നിരുന്നത്. പരീക്ഷാ ഭവനടുത്ത് നേരത്തെ തന്നെ പോലീസ് ബാരിക്കേഡുകൾ തീർത്തിരുന്നു. ആ ബാരിക്കേഡുകൾ വെച്ച് പ്രതിരോധം തീർക്കുകയാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ പ്രതിരോധം മറികടന്ന് ഒരുപറ്റം വിദ്യാർത്ഥികൾ മറുവശത്തേക്ക് പാഞ്ഞെത്തുകയാണ് ചെയ്ത് അവരെ പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞു. നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. വലിയ ബലപ്രയോഗമാണ് പോലീസ് നടത്തുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ ദിവസം അങ്ങേയറ്റം സംഘർഷഭരിതമായി നീങ്ങും എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്കിവിടെ നിന്നും പുറത്തു നൽകാൻ കഴിയുന്നത്. കാരണം യാതൊരു സുരക്ഷയും ആവശ്യമില്ല എന്ന് പറഞ്ഞ് SFIയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാനാഞ്ചേരി അടക്കമുള്ള ഇപ്പോൾ പോലീസുമായുള്ള നല്ല ഏറ്റുമുട്ടൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഈ പോലീസുകാർ വിദ്യാർത്ഥികളെ പിടിച്ച് തള്ളുന്നു. അവർ തിരിച്ച് പ്രതിരോധിക്കുന്ന കാഴ്ചകളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. പ്രതിഷേധിക്കുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? പോലീസ് ഏതെങ്കിലും രീതിയിൽ കണ്ണീർവാതക പ്രയോഗത്തിലേക്കോ ജലപീരങ്കി പ്രയോഗത്തിലേക്കോ മറ്റോ കടക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? വലിയ രീതിയിലുള്ള ഒരു വിദ്യാർത്ഥി ക്രൗഡ് തന്നെ ഉള്ള ഒരു സാഹചര്യം, അത്തരം നടപടികളിലേക്ക് പോലീസ് എളുപ്പത്തിൽ കടക്കുമോ? ബാരിക്കേഡിന് മുന്നിൽ എന്താണ് സംഭവിക്കുന്നത്? അനുശ്രീ, ഇപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. SFI സംസ്ഥാന പ്രസിഡന്റാണ് അനുശ്രീ പോലീസിന്റെ ബാരിക്കേഡ് മറികടന്ന് മുന്നിലേക്ക് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് സംഘർഷഭരിതമായിരിക്കുന്ന കാഴ്ചയാണ്. ഏതായാലും
വലിയ രീതിയിൽ വലിയ വിദ്യാർത്ഥി ജനക്കൂട്ടം തന്നെ പ്രതിഷേധവുമായി മുന്നോട്ടെത്തിയിരിക്കുന്നു. ബാരിക്കേഡിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. ബാരിക്കേഡ് മറികടന്നുകൊണ്ട് മുന്നോട്ട് കടക്കാൻ ശ്രമിച്ച എസ്എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണെന്നാണ് വിവരങ്ങൾ അറിയുന്നത്. പോലീസ് നേരത്തെ തന്നെ രാവിലെ മുതൽ തന്നെ പോലീസ് വലിയ രീതിയിലുള്ള സന്നാഹം ക്യാമ്പസിൽ സന്നിഹിതരായിരുന്നു. ഈ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് വ്യക്തമായിരുന്നു. 3:30-ക്കാണ് ഗവർണറുടെ സെമിനാർ തുടങ്ങാനിരുന്നത്. ആ സമയത്ത് തന്നെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ കടക്കുമെന്നുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ തുടർച്ചയായിട്ട് വീണ്ടും ബാനറുകൾ കെട്ടിയും വീണ്ടും കറുത്ത ബലൂണുകൾ ഉയർത്തി കൊണ്ടുകൂടിയാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ പരീക്ഷാഭവനിന് മുന്നിലേക്ക് എത്തിയത്. വിദ്യാർത്ഥികളെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്ന പോലീസുകാർ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന രംഗങ്ങൾ ഒരു വശത്ത്, ബാരിക്കേഡിന് മുന്നിൽ തടിച്ചുകൂടിയ വിദ്യാർത്ഥി ജനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ മറുവശത്തും കാണാം. സംഘർഷഭരിതമായി